പ്രിയപ്പെട്ട അനാൻഷയുടെ ബ്രദർ വരുന്നു. മലപ്പുറത്തിന്റെ മണ്ണും ഇഷ്ടവും സ്നേഹവും സ്വന്തമാക്കാൻ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ പ്രിയപ്പെട്ട താരം ഈച്ചു. നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഇതിലേക്ക് വരുന്നത്. ശരിക്ക് നമ്മുടെ കോയക്കയും കുഞ്ഞാപ്പൂവും നേരത്തെ ഇവിടെ വന്നു ഗംഭീരമാക്കി. ഇനി ഈച്ചുവിനുള്ള സമയമാണ്. പക്ഷേ കോയക്കയും നമ്മുടെ കുഞ്ഞാപ്പൂവും വന്നപ്പോ ഒരു പവർ കയ്യടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈച്ചുവിനും ഒരു ഗംഭീര കൈയടി മലപ്പുറം. കോയക്കും കുഞ്ഞാപ്പൂ ഓൾറെഡി കുറച്ച് മുന്നേ എത്തി. ഞങ്ങൾ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മള് ഈച്ചു എത്തിയിട്ടുണ്ട്. ഈച്ചിന് കൊടുക്കട്ടെ. ഒന്നുകൂടെ ഉച്ചത്തിൽ ഈച്ചു. എടാ അങ്ങനെയില്ല, ഈച്ചു 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 ഈച്ചു. ശരിക്ക് കൊമ്പൻകാട് കോയയും കുഞ്ഞാപ്പുവാണ് ഇവിടെ നമ്മുടെ ഈച്ചുവിനെ വിളിച്ചത് അല്ലേ? പക്ഷെ നിങ്ങളുടെ ആ ഒരു പവർ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നുകൂടെ. വെൽക്കം വെൽക്കം ഈച്ചു. അപ്പൊ ഈച്ചു നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഈച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. യെസ്, അതൊക്കെ ഞാൻ ചോദിക്കാം. അതൊക്കെ ഫ്രണ്ടിലേക്ക് വാ. എന്താണ് എല്ലാം മലപ്പുറത്താന്റെ വിശേഷം? എന്താണോ? അപ്പൊ എനിക്ക് അധികം കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം എന്റെ നാട് തന്നെയാണ്. എനിക്കറിയാം ഞങ്ങൾ എത്രത്തോളം സ്നേഹവാരാണെന്നുള്ളത്. ഞാനും മലപ്പുറത്തുകാരൻ തന്നെയാണ്. അപ്പൊ എന്താ മലപ്പുറത്ത് എവിടെയെന്നും കൂടി പറഞ്ഞു കൊടുക്കും. മലപ്പുറത്ത് നിലമ്പൂര് സ്വദേശിയാണ് ഞാൻ. എന്റെ അയൽവാസിയാണ്. ആണോ? എവിടെയാണ്? പൂക്കോട്ടുംപാടം. പൂക്കോട്ടുംപാടം അടുത്ത് തന്നെ, കൂറ്റമ്പാറ. ഞാൻ മമ്പാടാണ്. ഇപ്പൊ നിങ്ങളൊന്നായില്ലേ? ഞങ്ങള് പുറത്തുപോയി. ഇല്ല. ഓക്കെ, സംസാരിക്കും. ഈച്ചു ഒരു കാര്യമുണ്ട്. ഇവിടെ അനാൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അനാന് വീട്ടിലാണുള്ളത്. ഞാൻ മന്ത്രിയെ ഇല്ല, ഞാൻ വിളിച്ചു വരുന്നില്ല. എന്താ ചെയ്യാ? നിഹാലിക്ക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നിഹാലിക്ക കാലിന് ചെറിയ ഇഞ്ചുറി പറ്റിയിട്ട് കുറച്ച് തിരക്ക്. സ്റ്റീൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റീലിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ലീവാണല്ലോ ദീപാവലി. അപ്പൊ ലീവുള്ള ടൈമിൽ അവനെ എവിടേക്കും കിട്ടൂല. അവന്റെ ഗെയിമാണ് അപ്പൊ മെയിൻ. അപ്പൊ അവൻ എവിടേക്ക് വിളിച്ചാലും അവൻ വരില്ല. അതിനിപ്പോ കുടുംബത്തിനൊരു കല്യാണം ഉണ്ടെങ്കിൽ കൂടി അവൻ വരില്ല. അവന് ഗെയിമാണ് മെയിൻ. ആകെ സ്കൂളിലെ ദിവസമാണെങ്കിൽ അവൻ വരും. ലീവ് കിട്ടുന്ന ദിവസം അവനെ എവിടേക്കും കിട്ടൂല. സൽമാൻ വന്നിട്ടുണ്ട്. സൽമാനെ വേദിയിലേക്ക് സ്വാഗതം. സൽമാന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞു അല്ലേ? ഒരു കൈഡി കൊടുക്ക സൽമാൻ. ഇനിയുണ്ട് കൂടെ വന്നത്. ഞാൻ പുള്ളി എനിക്ക് അറിയില്ല. പക്ഷെ അനാൻഷയും പുള്ളിയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതാ മെയിൻ? ബാംഗ്ലൂരിലെ മെയിൻ. നീ തന്നെ വിളിക്കും. ഈച്ചു വിളിക്കും. ഓക്കെ, അജുവതും ഇവിടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോ അജുവതും ജസ്റ്റ് ഒന്ന് സംസാരിക്കില്ല അല്ലേ? എന്നോട് ബാംഗ്ലൂരിലെ മെയിൻ ആണെന്നൊക്കെ പറഞ്ഞു. സൽമാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കും. എന്തെങ്കിലും ഹായ്, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കേട്ടില്ല? എല്ലാരും കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഇവരുടെ വ്ലോഗ് ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പോ അവരുടെ പാട്ട് ഇഷ്ടമാണ്, വ്ലോഗ് ഇഷ്ടമാണ്. എന്തായാലും ശരിക്കും പറഞ്ഞ ഗംഭീര പരിപാടി അല്ലേ? കേൾക്കാം, ഒരു ഗംഭീര പരിപാടി. അപ്പൊ ഇനി ഈച്ചുവിന്റെ ഒരു സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈച്ചു, കോയക്ക, കുഞ്ഞാപ്പു എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു സ്റ്റേജില്, അതും നമ്മുടെ നഹാസ് മന്തി റെസ്റ്റോറന്റിലെ ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഈവനിങ് സമയത്താണ് നമ്മളിന്ന് കൂടിയിട്ടുള്ളത്. ഓക്കെ,
ഓക്കെ, അപ്പോ നമുക്ക് ഈ പാട്ട് കഴിയുന്ന സമയം വരെ ഹലോ ഹലോ കേട്ടില്ല, എന്താ പറഞ്ഞേ? അല്ല കോയക്ക, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നുമില്ല, ഇപ്പൊ നമ്മളെ ഈച്ചു ആയിട്ടുള്ള ഒരു സ്റ്റേജ് രണ്ടുപേരും ആദ്യമായിട്ടായിരിക്കും അല്ലേ? Yeah. യെസ്. ഞാൻ അനാൻസിന്റെ ഒരു സ്റ്റേജ് കയറിയിട്ടുണ്ട്. എന്താണ് അനാൻസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ എന്താണ് ഇപ്പൊ ഈച്ചുവിനെ കണ്ടു? ഈച്ചുവിന്റെ വീഡിയോസ് ഒക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ എപ്പോ വിളിച്ചാലും ഈച്ചോ ഫോൺ അടിപൊളി. ഷിക്കുനോട് പിന്നെ പറഞ്ഞു തരണ്ട, തീർച്ചയായും രണ്ടും ഒരു നാട്ടുകാരാണ് അല്ലേ? അപ്പൊ സന്തോഷമായി ഒരു വേദിയില് ഏട്ടനെ കിട്ടിയില്ലെങ്കിൽ അനിയനെ കിട്ടിയത്. അപ്പോ നാലാളും കൂടി മോൾട്ടിയും കൂടി ഉഷാറാക്കിയിട്ട് ഗംഭീരമായിട്ട് ആ സോങ് കേട്ടിട്ട് പൊളിച്ചടക്കാം അല്ലേ? നമ്മള് പൊളിച്ചെടുക്കാൻ പോവാണ്. റെഡിയാണോ? അടിക്കടാ, ഈ ഒരു പാട്ട് കഴിഞ്ഞാൽ അടി തന്നെയാണ് കേട്ടോ. ഈച്ചുവിന്റെ ഒരു പാട്ട് കഴിഞ്ഞാൽ പിന്നത്തെ അടി വരെയാണ് ഉറപ്പാ. അത് കഴിഞ്ഞിട്ടേ പിന്നെ നറുക്കെടുക്കുള്ളൂ. ഓക്കെടോ? ഓക്കെ, ഡൺ. എത്തങ്ങൾക്ക് എന്നെ അടിച്ചാത്തി ഇങ്ങനെ ആദ്യം പാട്ട്, ഡാൻസ്, അതിന് വേണ്ട എൻജോയ്മെന്റ് അല്ലേ വേണ്ടേ? അടിയോ ഞാൻ പോവാ. ഹലോ, ആ ഇവിടെ 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 ബാക്കില് ആ ഇതൊന്ന് പാടിക്കോട്ടെ. റെഡി. ജസ്റ്റ് ട്രാക്കിലൊക്കെ ആയിപ്പോ എടുക്കണം. സുമിതമാണേ ഊത് പറഞ്ഞേ നിന്നെ നിറഞ്ഞേ പറഞ്ഞേ പുതിയതോളം പുതിയതിനല്ലേ അറുപാടിന് മേനി നിറഞ്ഞേ നാടകറിഞ്ഞേ മനസ്സിലറിഞ്ഞേ അത്ര മകനിക്കൈ കൊണ്ടത് നാടതിലോടിയ കാലമതിന്നെ മെല്ലെ മെല്ലെ നട്ടമൊന്ന് വെള്ളിമല കുറ്റമൊന്ന് നട്ടിക്കുട്ടി തകി കൊടി തെച്ചിട്ട് തന്നെ മെല്ലെ മെല്ലെ നട്ടമൊന്ന് വെള്ളിമല കുറ്റമൊന്ന് നട്ടിക്കുട്ടി തകി കൊടി തെച്ചിട്ട് തന്നെ. ാണോ ഫസ്റ്റ് പ്രൈസ്? സെക്കൻഡ് പ്രൈസ് നമുക്ക് ബീഫ് മന്തി. തേർഡ് പ്രൈസ് ആയിട്ട് 5 പേർക്ക് ചിക്കൻ മന്തിയാണ്. ചിക്കൻ മന്തിയാണ്. അപ്പൊ കുഴിമന്തി ഇല്ലേ? കുഴിമന്തി തന്നെ ഇതൊക്കെ. ആ ഇത് എന്തൊരു കഷ്ടം. എങ്ങനെ പിന്നെ ഈ കോയക്കിനോട് അടി കിട്ടാതിരിക്കുക? ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കുഞ്ഞാപ്പൂവിനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നറുക്കെടുക്കുന്ന സമയത്ത് കൂപ്പൺ എടുത്ത് കേട്ടോ. പേരെന്താന്ന് ചോദിച്ചപ്പോ യെസ്. അപ്പോ ഫസ്റ്റ് മട്ടൻ മന്തിയുടെ നറുക്കെടുക്കുന്നത് ആര്? ആരാണ്? ആര്? ആര്? മനസ്സിലായി. ഇത് എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട, എന്റെ പണി പോകും. റെഡി? അപ്പൊ ഈച്ചു ആണ് എടുക്കുന്നത് ഫസ്റ്റ് മട്ടൻ മന്തി. ആർക്ക്? ഒരു കൂപ്പൺ ഒന്ന് ഷഫിൾ ചെയ്യും. ഓക്കെ, മലബാർ ആർട്സ് ആൻഡ് ഇവന്റ്സ് ആണ് നമുക്ക് വേണ്ടി പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ അഷ്റഫ് ജി ഈച്ചു എടുക്കുന്നു മട്ടൻ മന്തി വിന്നർ. ഒരു മിനിറ്റ്, ഇത് വായിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആള് ആരെന്നറിയോ? കുഞ്ഞാപ്പൂവാണത് വായിക്കുന്നത്. ഹലോ, ഇത് ഇന്നാ പരിപാടി ഇന്ന് തന്നെ ഉള്ളൂ. മുഹമ്മദ് അടിയോ? മുഹമ്മദ് അടിയോ? നല്ല കഷ്ടായി പോയല്ലോ. മുഹമ്മദ് ആകാശ് മുഹമ്മദ്. ഹലോ കുഞ്ഞാപ്പൂ, ആ കൂപ്പണം ഇങ്ങോട്ട് തരുമോ? ഇയാള് പറഞ്ഞ എന്താ അറിയാ, ഇത് ഇന്നുള്ളൂ പരിപാടി, നാളെ പരിപാടിയുള്ളൂ. പേര് മുഹമ്മദ് ഹാദിഷ്. എല്ലാരും കൂടി ചേർന്ന് ലാല, ഷിക്കു, നമ്മളെ ഈച്ചു 3 പേരും കൂടി ചേർന്ന് ഞാൻ വിചാരിച്ചു സിറാജുദ്ദീൻ. ചിറാപുഞ്ചിയോ? അത് അനാൻഷ പാടിയ പാട്ട്. അതല്ല, സിറാജു ഒറ്റ പരിപാടി. സിറാജുദ്ദീൻ പെട്ടി പൊളിക്കാനല്ല പറഞ്ഞത്. കൊറേ നേരം കജിട്ട് കൊടുക്കണ്ട.
പ്രശ്നമാണ് എന്താ പേര്? അജ്മീർ അജ്മീറോ? ഏ? ആഷ്മിൽ അഷ്മിൽ ടീ തൊട്ടുകളിന്നോ തൊട്ടുകളി അല്ല തൊട്ടടിച്ചേ അജ്മീറോ? തോട്ടത്തില് ഹലോ, തോട്ടത്തിൽ തന്നെയാണ്. കളിയാക്കുമ്പോ അസ്മി തൊട്ടടിച്ചാണല്ലോ, തോട്ടത്തിൽ തന്നെയാണ്. ആ കണ്ടോ തോട്ടത്തിലാണ് ആരാ ചോദിച്ചോക്കെ അശ്മിൽ ടീ, അശ്മിൽ ടീ തോട്ടത്തിൽ. അസ്മി തൊട്ടടിച്ചാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ കുട്ടി വരുമോ? അശ്മിന്റെ ഫോൺ നമ്പർ കാണുന്ന പറയും. ഓ, ഫോൺ നമ്പർ എഴുതിയിട്ടില്ല. ഫോൺ നമ്പർ എഴുതാതെ സമ്മാനം കൊടുക്കാൻ പറ്റുമോ? എന്താണ് ഫോൺ നമ്പർ എഴുതാതെ? അല്ല തോട്ടത്തിലാണോ ചോദിച്ചോക്കോ? എന്നാലും മതിയല്ലോ. തോട്ടത്തിൽ അത് ചോദിക്കേണ്ടതാണ്. അല്ല തോട്ടത്തിലല്ലേ? അശ്മിന്റെ വീട് എവിടെ? തോട്ടത്തിലാണോ? തോട്ടത്തിലോ? ചെന്നത്തല്ലേ? ഇവിടെ അടുത്താണോ? അശ്മിന്റെ വീട് ഇവിടെ അടുത്താണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ്. എന്താ ഫോൺ നമ്പർ എഴുതാതിരുന്നത്? തോട്ടത്തിലെഴുതിയില്ലേ തോട്ടത്തിൽ എഴുതിയിട്ട് കാര്യമുണ്ട്, ഇവിടെ എഴുതണ്ടേ? തോട്ടത്തിലുള്ള എഴുതാതിരുന്നില്ലേ? കൊടുത്തു വിടും. ലഭിക്കാൻ പോകുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു കയ്യടി. യാ, അശ്മിൽ തോട്ടത്തിൽ. സൽമാൻ, 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 സൽമാൻ ഫോട്ടോഗ്രാഫർ അല്ലേ സൽമാനെ? ഞാനൊരു വെഡിങ് ഫംഗ്ഷന് പോയപ്പോ ആളുകൾ ഇങ്ങനെ തട്ടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. നോക്കുമ്പോ സൽമാന. അവന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, എല്ലാവരും അവന്റെ കൂടെ സെൽഫി എടുക്കുക. എടാ, ഇനി ഹെൽമെറ്റ് ഇട്ട് പോയാൽ മതിട്ടോ വർക്ക് എടുക്കാന്. അത് പറ്റൂല, അതെന്താ? എല്ലാരും കാണണം. ഓക്കെ സൽമാൻ, നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. സൽമാൻ വെൽക്കം. സൽമാൻ ഖാൻ. വാവ്. റയാൻ ഉണ്ടോ? നിങ്ങൾ എല്ലാവരും പറയുകയാണെങ്കിൽ സൽമാൻ 2 വരി പാട്ട് പാടും. ഇല്ല, ഓടി. അല്ലേ സൽമാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞേട്ടോ, കേക്ക് സൽമാൻ ഇവിടെ വന്ന് പറഞ്ഞേട്ടോ. എങ്ങനെ സ്റ്റേജ് മുഖ്യ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? പിന്നല്ലേ ഞാനും കുഞ്ഞാപ്പിനോട് വന്നപ്പോ തന്നെ പറഞ്ഞ ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിച്ച് ഞാൻ പാടണ്ടെന്ന് വിചാരിച്ചതേനു, പക്ഷെ പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. പക്ഷെ കുഞ്ഞാപ്പു എന്നോടും കൂടെ പറയാ, ഈച്ചുവിനോടൊന്ന് പറയും. ആണോ? അല്ല എനിക്കത് നല്ല ഇഷ്ടമാണ് ആ പാട്ട്. പിന്നെ ആ ബാങ്കിനെ മുന്നായിട്ട് പാടിക്കോട്ടെ. ഞാൻ മൈക്ക് വാങ്ങി.